ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഈ ഒരു പലഹാരം നമുക്ക് ചായ തിളക്കുമ്പോഴേക്കും തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒരുപാട് പണിയൊന്നുമില്ല ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാകുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് പനീറാണ്. ഞാനിവിടെ 200 ഗ്രാം പനീറാണ് എടുത്തിരിക്കുന്നത്. പനീർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളതാണ്. നിങ്ങൾക്കിത് വീട്ടിൽ വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുട്ടികളുടെ ആയാലും മുതിർന്നവരുടെ ആയാലും ഡയറ്റിൽ പനീർ ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. പനീർ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഡയറ്റ് ചെയ്യുമ്പോഴായാലും ഡയബറ്റിക് ആയാലും ഒക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പനീർ ഞാൻ ഈ ഒരു രീതിക്കാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതിനെ ചെറിയ ഫിംഗേഴ്സ് ആയിട്ടും കൂടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം കട്ട് ചെയ്തെടുക്കാം. ക്യൂബായിട്ടോ ഏത് രീതിക്ക് വേണമെങ്കിലും മുറിച്ചെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മുറിച്ചെടുക്കണം നിർബന്ധമില്ല. ഞാനിപ്പോൾ ഈ ഒരു രീതിക്ക് ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ഉപ്പ് ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂണിൻ്റെ പകുതിയായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി എരിവിന് പാകത്തിന് ഞാനിവിടെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകിൽ മുഴുവനായിട്ടും കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്തിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചാട്ട് മസാലയാണ്. ഇത് ഒരു ചെറിയൊരു പുളിപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചാട്ട് മസാല ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. പനീർ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ബലം കൊടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കുറച്ച് വലുപ്പമുള്ള പാത്രം എടുത്തിരിക്കുന്നത്. അപ്പോൾ കുഴിയുള്ള പാത്രം എടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതായിരിക്കും നല്ലത്. ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എങ്കിൽ കൂടി നോക്കുക, എൻ്റെത് ഒന്ന് പൊട്ടിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് 1/2 കപ്പ് അളവ് കടലപ്പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കടലപ്പൊടി എപ്പോഴും ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരുപാട് കട്ടകളൊക്കെ ഉണ്ടാവും കടലപ്പൊടിയിൽ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എരിവിന് പാകത്തിന് 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ 1/4 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ചാട്ട് മസാലയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 ടീസ്പൂണിൻ്റെ അടുത്താണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കുറേശ്ശായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് ബാറ്ററാക്കി തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ സാധാരണ ആ ഒരു പക്കോടയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ബാറ്ററില്ല, ആ ഒരു രീതിക്കുള്ള ബാറ്ററാണ് തയ്യാറാക്കി എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ എരിവിന് പാകത്തിന് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കതിന് പകരം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സ്പൂണിനെ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ പോറിങ് കൺസിസ്റ്റൻസിയിൽ വേണം ഉണ്ടാവാൻ വേണ്ടിയിട്ട്. ഒരുപാട് തിക്കായി പോവരുത്, ഒരുപാട് തിന്നും ആവരുത്. ഞാനിപ്പോൾ ഇവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം എന്ന് വെച്ചാൽ മുറിഞ്ഞു പോകുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ല, അതിങ്ങനെ ഒന്ന് ഇടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടീസ്പൂണോളം വെള്ളം കൂടെ ഞാൻ കൂടുതലായിട്ട് ചേർത്തിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം എടുത്തതിൽ ഏകദേശം 2.5 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഞങ്ങൾക്ക് ബാക്കിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കുക. ആ ഒരു കടലപ്പൊടിയിലെ വ്യത്യാസമൊക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ ആവാം. ഈ ഒരു രീതിക്കുള്ള ബാറ്ററാണ് തയ്യാറാക്കിയെടുക്കേണ്ടത്. ഇനി പുറമേ നല്ല ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കോൺഫ്ലേക്സ് ആണ്. അപ്പോൾ ഇത് സാധാരണ റെഗുലറായിട്ടുള്ള കോൺഫ്ലേക്സ് ആണ്. അത് ഞാനിത് കൈ ഉപയോഗിച്ച് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചു കൊടുക്കുന്നുണ്ട്. കൈ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കടലപ്പൊടിയുടെ ആ ഒരു മിക്സിൽ ഡിപ്പ് ചെയ്തെടുക്കുക. അതിനുശേഷം കോൺഫ്ലേക്സിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യാറില്ലേ, ആ ഒരു രീതിക്ക് തന്നെയാണ് കോട്ടിംഗ് ഒക്കെ ചെയ്യുന്നത്.
അപ്പോൾ ദാ ഈ ഒരു രീതിക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ ഒരു രീതിക്കാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ നേരത്തെ തന്നെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഓയിൽ ഒരു മീഡിയം ഹോട്ടായിട്ടിരിക്കുന്ന സമയത്ത് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ചൂടാവരുത്. ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അനക്കാതെ വയ്ക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. ഒരു ഭാഗം ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പം ഒരു ഭാഗം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇത് കുക്ക് ചെയ്യേണ്ടത്. കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അനക്കുമ്പോൾ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മളുടെ ഈ ഒരു പലഹാരം ഇരിക്കുന്നത്. ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിക്കില്ല. വളരെ സിമ്പിളായിട്ടും വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. പനീറൊക്കെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പനീറൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുറമേ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമ്മളുടെ ആ ഒരു പനീർ ഉണ്ടാകുക. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയുക. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.